മോർണിംഗ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്ററാണ് അയണിക് ഇക്വിലിബ്രിയം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ടേംസ് തന്നെയാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ടേം ഇലക്ട്രോലൈറ്റ് എന്താണെന്നുള്ളതാണ്. ഇലക്ട്രോലൈറ്റ്സ് ആർ കോമ്പൗണ്ട്സ് വിച്ച് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ പ്രൊഡ്യൂസസ് അയൺസ് ഇൻ ദയർ സൊല്യൂഷൻ. അതായത് ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ അയോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസുകളാണ് ആര്? ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസുകളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പിലുണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റും ഉണ്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഉണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അവർ കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറും? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി അവർ അയോൺസ് ആയിട്ട് മാറും. കംപ്ലീറ്റ്ലി അയോൺസ് ആയിട്ട് മാറില്ല, പാർഷ്യലി അവർ അയോൺസ് ആയിട്ട് മാറും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാലോ കംപ്ലീറ്റ്ലി അവർ അയോൺസ് ആയിട്ട് മാറും. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്താണ്? കംപ്ലീറ്റ്ലി അയോൺസ് ആയിട്ട് മാറുന്നവരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ. പാർഷ്യലി അയോൺസ് ആയിട്ട് മാറുന്നവരാണ് വീക്ക് ഇലക്ട്രോലൈറ്റുകൾ. അപ്പോൾ എന്താണ് ഇലക്ട്രോലൈറ്റ്? രണ്ട് ടൈപ്പ്. ഇനി അറീനിയസ് കൺസെപ്റ്റ്, ആസിഡുകളെ കുറിച്ചുള്ള അറീനിയസ് കൺസെപ്റ്റ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആസിഡിനെ കുറിച്ചുള്ള അറീനിയസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അറീനിയസ് കൺസെപ്റ്റ് വെച്ചിട്ട് ആസിഡ് എന്ന് പറയുന്നത് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഹൈഡ്രജൻ അയോൺ ബൈ ഡിസോസിയേറ്റിംഗ് ഇൻ ടു അക്വ സൊല്യൂഷൻ. അതായത് ഒരു സബ്സ്റ്റൻസിനെ അക്വ സൊല്യൂഷനിലേക്ക് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ H+ അയോണുകൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണുകളെ ഡിസോസിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ റിലീസ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസുകളാണ് ആര്? ആസിഡുകൾ എന്നാണ് അറീനിയസ് കൺസെപ്റ്റിൽ പറയുന്നത്. അതായത് അക്വ സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്ക് H+ അയോണുകളെ റിലീസ് ചെയ്യാൻ കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ അവരാരാണ്? ആസിഡുകൾ എന്നാണ് അറീനിയസ് കൺസെപ്റ്റ് പറയുന്നത്. ഇനി ഈ കൺസെപ്റ്റിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അക്വ സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇതുപോലെ അക്വസിൽ ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഹൈഡ്രജൻ ഇല്ലാത്ത ചില സബ്സ്റ്റൻസുകളുണ്ട്. ഇപ്പോൾ അലുമിനിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ അലുമിനിയം ക്ലോറൈഡ് പോലുള്ള ചില സബ്സ്റ്റൻസുകളുണ്ട്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടീസ്, അസിഡിക് പ്രോപ്പർട്ടിയും ബേസിക് പ്രോപ്പർട്ടിയൊക്കെ കാണിക്കുന്നവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പറ്റില്ല. കാരണം എന്താണ്? അവർക്ക് ഹൈഡ്രജൻ അയോണുകളില്ല. ഹൈഡ്രജൻ ഉള്ള സബ്സ്റ്റൻസുകളെ കുറിച്ച് മാത്രമാണ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് എന്ത്? ബ്രോൺസ്റ്റഡ് ലൗറി ബേസ്. ഈ അറീനിയസ് കൺസെപ്റ്റ് പോലെ തന്നെ ബ്രോൺസ്റ്റഡ് ലൗറി അദ്ദേഹത്തിൻ്റെ ബേസുകളെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുള്ളത്. അറീനിയസ് കൺസെപ്റ്റ് നമുക്കറിയാം എന്താണ്? ഒരു അക്വ സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് H+ അയോണുകളെ റിലീസ് ചെയ്യാൻ പറ്റുന്നവരാണ് ആസിഡുകൾ. ഇനി ലൗറിയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് ബേസ് എന്ന് പറയുന്നത് പ്രോട്ടോണുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവർ. പ്രോട്ടോണുകൾ എന്ന് പറഞ്ഞാൽ പ്ലസ് ചാർജ് ഉള്ളവരാണ്. അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസുകളാണ് ആര്? ബേസുകൾ. അപ്പോൾ ഇതാണ് രണ്ട് കൺസെപ്റ്റുകൾ വരുന്നത്. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് ബഫർ സൊല്യൂഷനാണ്. ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ബഫർ സൊല്യൂഷൻ ആർ ദ solution that resist a change in its pH on adding a small amount of an acid or base. ഇപ്പോൾ ചെറിയ എമൗണ്ടിൽ, വളരെ ചെറിയ എമൗണ്ടിൽ ആസിഡോ ബേസോ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ സൊല്യൂഷൻ്റെ pHൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pH ചേഞ്ച് ആവും, അല്ലെങ്കിൽ ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pH ചേഞ്ച് ആവും. പക്ഷേ ബഫർ സൊല്യൂഷൻ എന്താണ്? വളരെ ചെറിയ എമൗണ്ടിൽ ആസിഡ്സോ ബേസോ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ pHന് ചേഞ്ചുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് ആര്? ബഫർ സൊല്യൂഷൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അയണിക് ഇക്വിലിബ്രിയം. എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദ unionized molecules and the ions in the solution of weak electrolyte is called ionic equilibrium.
ഇപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, പാർഷ്യലിയാണ് അവർ അയോൺസ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അയോൺസ് ആയിട്ട് മാറിയവരുണ്ടായിരിക്കും, അയോൺസ് അൺഅയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അവർ തമ്മിലുള്ള ഇക്ലിബ്രിയത്തിനാണ് എന്ത് പറയുക, അയോണിക് ഇക്ലിബ്രിയം എന്ന് പറയുക. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ അയോണിക്കായി മാറിയ മോളിക്യൂൾസുകളും അൺഅയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസും തമ്മിലുള്ള ഇക്ലിബ്രിയമാണ് എന്ത്, അയോണിക് ഇക്ലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ആസിഡ് ബേസിനെ കുറിച്ചിട്ട് വേറൊരാളുടെ കൺസെപ്റ്റാണ് ലൂയിസ് കൺസെപ്റ്റ് പറയണത് ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ആസിഡുകൾ, ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ബേസുകൾ. ഇലക്ട്രോൺ പെയർ എന്ന് പറയുമ്പോൾ എന്താണ്, മൈനസ് ചാർജ് ആണ് അല്ലേ. ഇലക്ട്രോൺ പെയറുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ, സ്വീകരിക്കുന്നവർ ആസിഡുകളും ഡൊണേറ്റ് ചെയ്യുന്നവർ ആരാണ്, ബേസുകളാണ്. ചുരുക്കത്തിൽ ഇതൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മളെ അറീനിയസ് പറഞ്ഞു എന്താണ്, അക്വ സൊല്യൂഷനിൽ H+ അയോണുകളെ റിലീസ് ചെയ്യുന്നു. അതായത് അവർ വിട്ടുകൊടുക്കാൻ ചെയ്യണത്, റിലീസ് ചെയ്യുന്നവർ ആരാണ്, ആസിഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബേസ് എന്താണ്, OH- അയോണുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ബേസുകൾ. ഇനി ബ്രോൺസ്റ്റഡിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു എന്താണ്, പ്രോട്ടോണുകളെ എന്താണ് റിലീസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു പ്രോട്ടോണുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ബേസുകൾ. അപ്പോൾ പ്രോട്ടോണുകളെ റിലീസ് ചെയ്യുന്നവരായിരിക്കും ആസിഡുകൾ. ലൂയിസ് എന്താ പറഞ്ഞത്, ഇലക്ട്രോൺ പെയറുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ ആരാണ്, ആസിഡുകളും ഡൊണേറ്റ് ചെയ്യുന്നവർ ബേസുകളുമാണ്. ഇതാണ് എന്താണ് ആസിഡ് ബേസിനെ കുറിച്ചുള്ള 3 കൺസെപ്റ്റുകൾ നമ്മൾ നോക്കി വെക്കണം. അറീനിയസിൻ്റെ, ബ്രോൺസ്റ്റഡിൻ്റെ, ലൂയിസിൻ്റെ കൺസെപ്റ്റുകൾ നോക്കി വെക്കണം. ഇനി ഇലക്ട്രോലൈറ്റ് എന്താണ്, അതായത് അക്വ സൊല്യൂഷനിൽ കൊടുക്കുന്ന സമയത്ത് അവർ അയോൺസ് ആയിട്ട് മാറും, അങ്ങനെയുള്ളവരാണ് ഇലക്ട്രോലൈറ്റുകൾ. കംപ്ലീറ്റ് ആയിട്ട് അയോൺസ് ആയിട്ട് മാറുന്നവരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ. പാർഷ്യലായിട്ട് മാറുന്നവരാണ് വീക്ക് ഇലക്ട്രോലൈറ്റുകൾ. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ അയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസും അൺഅയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസും തമ്മിലുള്ള ഇക്ലിബ്രിയമാണ് അയോണിക് ഇക്ലിബ്രിയം. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിൽ ആസിഡോ ബേസോ ആയിട്ട് ചെയ്താലും pH-ന് മാറ്റമൊന്നും വരുന്നില്ല. ഇനി എന്താണ് pH എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺസ് ആണ്. H+ അയോൺസുകളെയാണ് നമ്മൾ എന്ത് പറയുക, pH എന്ന് പറയാം. ലോഗരിതം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, 2-3 തന്നെയാണ് കേട്ടോ. ലോഗരിതം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, അതിനെയാണ് pH എന്ന് പറയാം. pH കാണിക്കുന്ന സ്കെയിലാണ് എന്ത്, pH വാല്യൂ കാണിക്കുന്ന സ്കെയിലാണ് pH സ്കെയില്. 0 to 14 വരെ ഉണ്ടായിരിക്കും. ന്യൂട്രലായിട്ടുള്ള pH എന്ന് പറയുന്നത് 7 ആണ്. 7-ന് താഴേക്ക് വരുമ്പോൾ എന്താണ്, ആസിഡാണ്. 7-ന് മുകളിലേക്ക് 14 വരെയുള്ള വരുമ്പോൾ ബേസാണ്. ഇതാണ് pH സ്കെയിലിൻ്റെ കൺസെപ്റ്റ്. ഇനി ആസിഡുകളുടെയും ബേസുകളുടെയും സ്വഭാവം കാണിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആംഫോടെറിക് എന്ന് പറയാം. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കുന്നവരെയാണ് ആംഫോടെറിക് എന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മൊളാർ കോൺസെൻട്രേഷനാണ്. മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ ലിറ്റർ. പെർ ലിറ്ററിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, അതിനെയാണ് എന്ത് പറയുക, മൊളാർ കോൺസെൻട്രേഷൻ എന്ന് പറയാം. എത്ര മോള് സബ്സ്റ്റൻസ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ ഉണ്ട്, അതിനെയാണ് മൊളാർ കോൺസെൻട്രേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഡിഫൈൻ ടൈപ്പ് ആയിരിക്കും മിക്കവാറും വരിക. പിന്നെ ആസിഡ് ബേസിനെ കുറിച്ചിട്ടുള്ള ആ 3 കൺസെപ്റ്റുകൾ നല്ലോണം നോക്കി വയ്ക്കാം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.